ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ 2-3 ദിവസമായി ഞാനിന്ന് വീഡിയോ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ടി വി തുറന്നാൽ കേൾക്കുന്നതെല്ലാം അഫാൻ്റെ ഉമ്മയുടെ ഓരോ ഇതും അതുപോലെ തന്നെ ബാലയുടെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് യൂട്യൂബ് തുറന്നാലും ടി വി തുറന്നാലും കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പീഡനങ്ങൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ളത് മറ്റൊന്നുമല്ല, ഈ അഫാൻ്റെ ഉമ്മ എന്തൊരു നുണയാണ് പറയുന്നത്. അവർക്കൊരു ബോധവും പോയിട്ടില്ല. അവർ ചുമ്മാതെ പറയുകയാണ്, എന്താണ് കട്ടലിൽ നിന്ന് താഴെ വീണതാണെന്ന് പറയുന്നത്. ഇവർക്ക് നാണമില്ല ഇവരുടെ മകനെ ഇങ്ങനെ രക്ഷിക്കാനായിട്ട്. ഏത് മക്കളാണെങ്കിലും ശരി, ഇങ്ങനെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അമ്മമാർ ഒരുപാട് കൂട്ടു നിൽക്കരുത്. കാര്യം നമ്മുടെ മക്കളെ നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കളെ ജീവനാണ്. അപ്പം അത് ശരിയല്ല. കാരണം സ്വന്തം അനിയനെ, സ്വന്തം കുഞ്ഞിനെ, രണ്ടാമത്തെ കുഞ്ഞിനെയും ഉമ്മയെയും അതുപോലെ തന്നെ മറ്റ് സഹോദരന്മാരെ എല്ലാവരെയും കൊന്നു. അതുപോലെ തന്നെ ഇവർക്ക് എന്തിനാണ് വീട് വെച്ച് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർ പൈസ ഉണ്ടായിരുന്ന സമയത്ത് ദൂർത്തടിച്ച് എല്ലാം ചിലവാക്കിയിട്ട് എത്രയോ പാവങ്ങളാണ് അല്ലേ നമ്മുടെ നാട്ടിൽ പൈസ ഇല്ലാതെയും കഷ്ടപ്പെട്ട് രോഗികളായും എല്ലാം ബുദ്ധിമുട്ടി കഴിയുന്ന എത്രയോ ജനങ്ങളുണ്ട്. പിന്നെ എന്തിനാണ് ഗൈസ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതെല്ലാം കേട്ടിട്ട് ആരും എന്തെന്ന് പ്രതികരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ജനാധിപത്യ രാജ്യമാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള രാജ്യമാണ്, അതുപോലെ ജനമൈത്രി പോലീസാണ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു നിയമവും നടപ്പിലാവുന്നില്ല. ഇവനെ പോലെയുള്ളവരെ കൈ അരിഞ്ഞ് കളയണം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ കാണുമ്പോഴേ എനിക്ക് ഇതെല്ലാം കേട്ടിട്ട് സത്യം പറഞ്ഞാൽ വല്ലാത്ത ദേഷ്യം തോന്നുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ ഇരുന്ന് ഇതെല്ലാം ചിന്തിക്കാനല്ലേ പറ്റുകയുള്ളൂ. അപ്പം അഫാനെ പോലെയുള്ള മക്കളെ നമ്മൾ ഒരിക്കലും പിന്തുണയ്ക്കരുത്. ഒരച്ഛനും അമ്മയും പിന്തുണയ്ക്കരുത്. അവൻ തെറ്റുകാരൻ തന്നെയാണ്. അവന് ശിക്ഷ കിട്ടണം, മരണം വരെ ശിക്ഷ കിട്ടണം. അവൻ വെളിച്ചം കാണരുത്. അവനെ ഒറ്റയ്ക്ക് ഒരു സെല്ലിൽ തടവറയിലിട്ട് അവന് ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. വേദന ആ തലയ്ക്ക് ചുറ്റിക വെച്ചടിച്ചപ്പോൾ ആ പാവം പെങ്കൊച്ച് എന്ത് തെറ്റ് ചെയ്തു? അവൾ ഫർഹാന, അതുപോലെ തന്നെ ഉമ്മ, അതുപോലെ ഈ തള്ള ചാവുമായിരുന്നു ഇതിലും നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അല്ലാതെ ചിരിച്ചുകൊണ്ട് വെറുതെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും കിട്ടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. കാരണം ഓരോരോ സാഹചര്യങ്ങളും അതുപോലെ ഓരോരോ പ്രാദേശിക വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. വെറുതെ വ്യൂവേഴ്സ് കണ്ടാൽ മാത്രം പോരാ, കമൻറ്റ് ചെയ്യണം. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യണം. ഓക്കേ.